മാനവ ജീവിതത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ കലാമുഹൂർത്തം. ആ അമ്മയെ ആട്ടിപ്പുറത്താക്കുമ്പോൾ ഈ ലോകത്തെ ഓരോ മനുഷ്യനും ചിന്തിക്കാൻ കഴിയട്ടെ, നീ നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ കഴിഞ്ഞ സമയത്ത് നിന്റെ ശരീരത്തിന് വേണ്ട ഊർജം നൽകാൻ അമ്മയുടെ ശരീരത്തിൽ നിന്നൊരു കേബിൾ വയറിട്ട് നൽകിയിരുന്നു നിന്റെ ദേഹത്തേക്ക്. ആകാശം മുട്ടുന്ന രീതിയിൽ വളർന്നപ്പെടും നിന്റെ മാറത്ത് ദൈവം അതിന്റെ ഒരു മുദ്ര ബാക്കിയുണ്ടാകണമെന്ന് തീരുമാനിച്ചു. അതാണ് പൊക്കിൾ കുഴി. ഈ ഗവൺമെന്റ് വന്ന ശേഷം നടന്ന ഏറ്റവും വലിയൊരു പുണ്യകർമ്മം, ഇന്നലെ രാത്രി വരെയുള്ള കണക്ക് പ്രകാരം തൂഫാൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ട മയക്കുമരുന്ന് വേട്ടയിൽ 850 അറസ്റ്റുകളാണ് നടന്നത്. ജൂൺ 2 മുതൽ ഇന്നലെ വരെ വെറും 5-6 ദിവസം കൊണ്ട് 750 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 60 ലക്ഷത്തിന്റെ മയക്കുമരുന്നാണ് പിടിച്ചത്. അവർ നീതി കൊടുക്കാനാണ്. നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ അനീതി മയക്കുമരുന്നാണ്. കുടുംബത്തിലെ നീതി തകർക്കുന്നു, സമൂഹത്തിലെ നീതി തകർക്കുന്നു, ഏറ്റവും വലിയ നീതിയുടെ സ്ഥാപനമായ മാതൃത്വത്തെ ഹനിക്കുന്നു. കേരളത്തിൽ മക്കളാൽ കൊല ചെയ്യപ്പെട്ട മാതാക്കളുടെ കണക്കെടുക്കണമെന്നാണ്. മനോരോഗിയായ മാതാവ് ബോധം കെട്ട് കിടക്കുമ്പോ കൊന്ന മകനുണ്ട്. ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊന്ന മകനുണ്ട് കേരളത്തിൽ. ബാംഗ്ലൂർക്ക് പഠിക്കാൻ പറഞ്ഞയച്ച മകൻ തിരിച്ചു വന്ന് കത്തി വാങ്ങി മൂർച്ചയുണ്ടോ എന്ന് പരിശോധിച്ച് അമ്മയെ കൊന്ന ശേഷം എന്നെ ഗർഭം ചുമന്നതിനും പ്രസവിച്ചതിനുമുള്ള പ്രതിഫലം ആ പെണ്ണിന് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞ മകൻ പാർക്കുന്ന നാടാണ് ഇന്ന് കേരളം. ഈ കേരളത്തെ ഇவ்விധം മയക്കുമരുന്ന് പിശാചിന്റെ കരങ്ങളിൽ അകപ്പെട്ടെങ്കിൽ ഞാനിപ്പോ ആലോചിക്കുന്നത് 6 ദിവസം കൊണ്ട് 60 ലക്ഷത്തിന്റെ മയക്കുമരുന്ന് പിടിക്കാൻ കഴിയുമോ എങ്കിൽ, 750 അറസ്റ്റ് നടത്താൻ കഴിയുമോ എങ്കിൽ, ജസ്റ്റ് വിത്ത് 6 days. ശ്രീ രമേശ് ചെന്നിത്തലക്ക് അഭിനന്ദനമല്ല, അതിനൊക്കെ അപ്പുറം ഈ നാട്ടിലെ മാതാക്കളുടെ പ്രാർത്ഥനകളാണ് എന്ന് ഞാൻ പറയും. ശ്രീ രമേശ് ചെന്നിത്തലയെ കേരള ജനത അഭിനന്ദിക്കുകയല്ല, കേരളത്തിലെ മാതാക്കളുടെ പ്രാർത്ഥനകൾ അവർ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയത്തിന്റെ അധികാരത്തിന്റെ ശക്തിവിശേഷങ്ങളെ സാധാരണക്കാരന്റെ കൈകൾക്ക് ലഭ്യമാക്കി കൊടുക്കുന്ന ഇതുപോലുള്ള പ്രക്രിയകളാണ് പൊളിറ്റിക്സിൽ നിന്നും ലോകം പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഏതൊരു പിശാചിനെ പിടിച്ചു കെട്ടാനാണോ അഭിവന്ദനായ രമേശ് ചെന്നിത്തല തൂഫാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൊടുങ്കാറ്റ് എന്നാണ്. കൊടുങ്കാറ്റ് അഴിച്ചുവിട്ട് ഏത് പിശാചിനെ പിടിച്ചു കെട്ടാനാണോ ഇന്ന് കരുത്തോടെ മന്ത്രി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്, അങ്ങയോടൊപ്പം മുഴുവൻ കേരളവുമുണ്ട്, ഭാവി തലമുറയുമുണ്ട് എന്ന് പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കേരളത്തെ ഇவ்விധം മയക്കുമരുന്ന് പിശാചിന്റെ കരങ്ങളിൽ അകപ്പെട്ടെങ്കിൽ 6 ദിവസം കൊണ്ട് 60 ലക്ഷത്തിന്റെ മയക്കുമരുന്ന് പിടിക്കാൻ കഴിയുമോ എങ്കിൽ, ശ്രീ രമേശ് ചെന്നിത്തലക്ക് അഭിനന്ദനമല്ല, അതിനൊക്കെ അപ്പുറം ഈ നാട്ടിലെ മാതാക്കളുടെ പ്രാർത്ഥനകളാണ് എന്ന് ഞാൻ പറയും. എൻ്റെ കൂടെ ഈ യാത്രയിൽ ഉണ്ടാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തണേ.